അമ്മ വിളിക്കുന്നുണ്ടല്ലോ. അമ്മ ഇപ്പൊ എന്തിനാ ഈ സമയത്ത് വിളിക്കുന്നേ? ഹലോ മോളെ, ഡോക്ടർ പറയുന്നത് എത്രയും വേഗം തൈറോയിഡിന്റെ ഓപ്പറേഷൻ നടത്തണമെന്നാ. മോളുടെ കയ്യില് കാശ് വല്ലതും ഇരിപ്പുണ്ടോ? അമ്മേ, അമ്മയ്ക്കറിയാലോ എന്റെ കയ്യിൽ എവിടെന്നാ കാശ്. എന്റെ കയ്യിൽ ഇപ്പം പൈസയൊന്നും ഇല്ലമ്മേ. മോൾക്ക് അമ്മ മേടിച്ചു തന്ന ഗോൾഡൊക്കെ ഇരിപ്പില്ലേ, അത് പണയം വെച്ചാലും അമ്മയുടെ ഓപ്പറേഷനുള്ള പൈസ കിട്ടില്ലേ മോളെ? സ്വർണം പണയം വെക്കാനോ? അമ്മ മേടിച്ചു തന്നല്ലേ അത്. അതൊക്കെ ഇട്ട് എനിക്ക് കൊതി പോലും മാറിയില്ല. അതിപ്പോ ഉടനെ ചെന്ന് പണയം വെക്കാന്ന് പറഞ്ഞ അതിപ്പോ പണയം വെച്ചെന്നിരിക്കട്ടെ, അമ്മ അതങ്ങനെ എനിക്ക് തിരിച്ചെടുത്ത് തരും. എനിക്കിപ്പോ അതൊന്നും പണയം വെക്കാൻ വയ്യ. അമ്മ ഏട്ടനോട് പറ, ഏട്ടത്തിയുടെ കയ്യിൽ ഗോൾഡ് ഉണ്ടല്ലോ, ഏട്ടത്തി കൊടുക്കട്ടെ. നീതുമോളെ, നീ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്കിപ്പോ എന്തായാലും ഗോൾഡ് ഒന്നും തരാൻ പറ്റില്ലമ്മേ. അമ്മ ഫോൺ വെച്ചേ. അമ്മേ, ഈ ചുക്കുകാപ്പി കുടിക്കേ, ചുമ കുറയും. ഈ കാപ്പി കുടിച്ചോണ്ടൊന്നും എന്റെ ചുമ കുറയാൻ പോകുന്നില്ല. തൈറോയിഡിന്റെ ഓപ്പറേഷൻ ഒന്ന് കഴിഞ്ഞാൽ തന്നെ അമ്മയുടെ പകുതി അസുഖം കുറയും. അതിനൊക്കെ ഒത്തിരി പൈസ ആവത്തില്ലേ? നമുക്ക് നോക്കാം അമ്മേ. അമ്മ വിഷമിക്കാതെ. എന്റെ കയ്യിൽ കുറച്ച് ഗോൾഡ് ഒക്കെ ഉണ്ടല്ലോ, നമുക്കത് വിറ്റിട്ടായാലും അമ്മയുടെ ഓപ്പറേഷൻ അങ്ങ് നടത്താം. പിന്നെ നീതുവിനെ വിളിച്ചൊന്നും ബുദ്ധിമുട്ടിക്കാൻ നിൽക്കണ്ട അമ്മ. അവളുടെ കയ്യിൽ സ്വർണ്ണമായിട്ട് ഒന്നും ഇല്ലല്ലോ, പിന്നെ പൈസയും കാണത്തില്ല. അവളും ആകെ ബുദ്ധിമുട്ടിലായിരിക്കും. വെറുതെ അവളെ ബുദ്ധിമുട്ടിക്കണ്ട. നമുക്ക് എങ്ങനെയെങ്കിലും അമ്മയുടെ ഓപ്പറേഷൻ അങ്ങ് നടത്താം. അമ്മയ്ക്ക് ഉച്ചത്തിന് കഞ്ഞി മതിയല്ലോ. മതി മോളെ. ശരി അമ്മ. മോളെ, നീ ഇത് കണ്ടോ? ഇതെന്താ അമ്മേ? മോള് തുറന്നു നോക്ക്. അമ്മ, ഇത് നെക്ലേസ് അല്ലേ? ഇത് ഞാൻ മോക്ക് വേണ്ടി വാങ്ങിയതാ. എനിക്ക് വേണ്ടിയോ? അമ്മേ, ഇത് സ്വർണ്ണാണോ? പിന്നല്ലാതെ. 3.5 പവനുണ്ട്. അമ്മയ്ക്ക് കഴിഞ്ഞ മാസത്തെ കുടുംബശ്രീന്ന് ചിട്ടി അടിച്ചു. ആ പൈസക്ക് വാങ്ങിച്ചതാ. മോളെടുത്തോ. കൊള്ളാം അമ്മേ, എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട് കാണാൻ, നല്ല ഡിസൈനും. ഞാനൊന്ന് ഇട്ട് നോക്കട്ടെ. നീതു, നീ എപ്പോഴാ വന്നത്? ആ ചേച്ചി, ഞാൻ കുറച്ചേരായി വന്നിട്ട്. ഇതെന്താ നിന്റെ കയ്യില്? നെക്ലേസ് അല്ലേ? നീ പുതിയ നെക്ലേസ് വാങ്ങിച്ചോ? ആ, പുതിയ നെക്ലേസ് ചേച്ചി. പക്ഷെ ഞാൻ മേടിച്ചതല്ല, എനിക്ക് അമ്മ വാങ്ങി തന്നതാ. നല്ല രസമുണ്ട് കാണാൻ, ഡിസൈനും കൊള്ളാം. ഇത് ഗോൾഡ് ഒന്നും അല്ല, ഇമിറ്റേഷനാ. ഇവൾക്ക് സ്വർണ്ണമാലയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഞാനൊരെണ്ണം പോയി വാങ്ങിച്ചതാ. പിന്നെ നിനക്ക് ഗോൾഡ് നെക്ലേസ് ഉണ്ടല്ലോ, ഞാൻ നീതുമോളോട് പറഞ്ഞതാ ചേച്ചിയുടെ കയ്യിൽ നിന്ന് ഒരെണ്ണം മേടിച്ചോണ്ട് പോവാൻ. അപ്പൊ അവൾക്കൊരു മടി. അതിനിപ്പോ എന്താ നീതു, എന്തേലും നെക്ലേസ് ഉണ്ടായിരുന്നല്ലോ, ഞാൻ തരുമായിരുന്നല്ലോ നിനക്ക്. ഞാനും അത് അവളോട് പറഞ്ഞതാന്നേ, ചേച്ചിയുടെ കയ്യിൽ ഗോൾഡ് നെക്ലേസ് ഉണ്ട്, അത് മേടിച്ചോണ്ട് പോവാൻ. അപ്പം അവൾക്കൊരു മടി നിന്നോട് ചോദിക്കാൻ, നീ എന്ത് വിചാരിക്കുമെന്ന്. പിന്നെ ഇവൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവണ്ടെന്ന് കരുതി ഞാൻ പോയൊരു ഇമിറ്റേഷൻ അങ്ങ് വാങ്ങിക്കൊടുത്തു. ഫംഗ്ഷൻ കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ഊരി വെച്ചാൽ മതിയല്ലോ, കളറ് പോകത്തില്ലല്ലോ, എത്ര വർഷം വേണേലും അതേപോലെ അങ്ങ് ഇരുന്നോളും. ആ, നീ എന്തായാലും വന്ന കാലം നിൽക്കാതെ പോയി നീതുമോൾക്ക് ഒരു ചായ എടുത്തിട്ട് വാ. ശരി അമ്മേ. നീതു, ഞാൻ നിനക്കിപ്പോ ചായ എടുത്തിട്ട് വരാം. ആ ശരി ചേച്ചി. അമ്മേ, അമ്മ എന്തിനാ ഇത് ഇമിറ്റേഷൻ ആന്ന് പറഞ്ഞത്? ചേച്ചിയുടെ മുന്നിൽ ഒന്ന് ഗമ കാണിക്കാന്ന് വിചാരിച്ചതാ, അമ്മ എല്ലാം അങ്ങ് നശിപ്പിച്ചു. ഡി, ഞാനത് മനഃപൂർവ്വം പറഞ്ഞതാ. നിനക്കേ ഇന്നിപ്പോ ഞാൻ സ്വർണ്ണ നെക്ലേസ് വാങ്ങി തന്നു പറഞ്ഞാലേ നാളെ ഞാൻ അവൾക്ക് വാങ്ങി കൊടുക്കണ്ടേ? എനിക്കിങ്ങൻ പറ്റത്തില്ല അവൾക്ക് സ്വർണ്ണമൊന്നും മേടിച്ചു കൊടുക്കാൻ. ഇതാവുമ്പം ഒരു കുഴപ്പവും ഇല്ല, അവള് ചോദിക്കാനും വരത്തില്ല. എങ്ങനുണ്ട് എന്റെ ബുദ്ധി? ഓ, ഞാനത് ഓർത്തില്ലമ്മേ. അമ്മയുടെ ബുദ്ധി എന്തായാലും കൊള്ളാം. ഞാനേ ഇതേപോലെ പൈസയൊക്കെ കിട്ടുമ്പോ നിനക്ക് ഓരോന്നിങ്ങനെ വാങ്ങിത്തരാം. നീ ഒന്നും മിണ്ടാതെ അങ്ങ് മേടിച്ചോണ്ട് പോയാ മതി. ശരിയമ്മേ, അമ്മ പറഞ്ഞത് തന്നെയാ കറക്റ്റ്. ഇനി അമ്മ എനിക്ക് എന്ത് മേടിച്ചിരുന്നാലും അതെല്ലാം ഇമിറ്റേഷൻ ആണെന്ന് പറഞ്ഞാൽ മതി, ഞാൻ മിണ്ടാതെ കൊണ്ടുപോയിക്കൊള്ളാം. ഇപ്പൊ കണ്ടില്ലേ, എനിക്കൊരു ബുദ്ധിമുട്ട് വന്നപ്പം ആരാ എനിക്ക് താങ്ങായതെന്ന്. സ്വന്തം മക്കള് പോലും കാണത്തില്ല ചിലപ്പോ ഗുണത്തിന്.
അമ്മേ, അമ്മേ, ഞാൻ വന്നു. അമ്മ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ. അമ്മ മര്യാദക്ക് ഫുഡൊന്നും കഴിക്കുന്നില്ലേ? ദേ, ഞാൻ അമ്മയ്ക്ക് വേണ്ടി ഓറഞ്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ, നീ വന്നോ? നീ എന്താ പതിവില്ലാതെ ഈ വഴിക്കൊക്കെ? ഇപ്പോഴാണോ നിനക്ക് അമ്മേനെ ഓർമ്മ വന്നത്? ഒന്ന് പോവമ്മേ, തമാശ പറയാതെ. അവിടെ ഓരോരോ തിരക്കുകളല്ലേ. പിന്നെ ഇവിടെ ഏട്ടനും ഏട്ടത്തിയൊക്കെ ഇല്ലേ? പിന്നെന്താ കുഴപ്പം? നീതു, ചായ എടുക്കട്ടെ? ഇവൾക്ക് ചായ വേണമെങ്കിൽ ഇവൾ അടുക്കളയിൽ പോയി എടുത്തു കുടിച്ചോളും. മോള് പോയി മോളുടെ പണി നോക്ക്. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? ഇതെന്തോ ഒരു സ്നേഹം ഇല്ലാത്ത പോലെ. ഇവിടെ വന്ന് എനിക്ക് ഏട്ടത്തിയല്ലേ ചായ കൊണ്ടു തരാറ്. പിന്നെന്താ? നീതു, അമ്മ ചുമ്മാ പറഞ്ഞതല്ലേ. ഞാൻ നിനക്ക് ചായ എടുത്തിട്ട് വരാം. ശരി ചേച്ചി. അതെ, അമ്മയ്ക്ക് പുതിയ ചിട്ടിയൊക്കെ അടിച്ചെന്ന് കേട്ടല്ലോ. അത് നിന്നോട് ആര് പറഞ്ഞു? ഞാൻ നടന്നു വരുന്ന വഴിക്ക് നമ്മുടെ വാസന്തി ചേച്ചിനെ കണ്ടു. ചേച്ചിയാ പറഞ്ഞ അമ്മയ്ക്ക് ചിട്ടി അടിച്ചെന്ന്. ചിട്ടി അടിച്ചു. എന്നിട്ട് അമ്മ എനിക്കെന്തെങ്കിലും വാങ്ങിയോ? നിനക്കെന്തോ വാങ്ങാൻ? അയ്യോ, അപ്പൊ അമ്മ എനിക്ക് വേണ്ടി ഒന്നും വാങ്ങിയില്ലേ? പിന്നെ അമ്മ ചിട്ടി പൈസ എന്ത് ചെയ്തു? നിനക്കേ ഞാൻ ഇനി ഒന്നും വാങ്ങി തരാൻ ഉദ്ദേശിക്കുന്നില്ല. നിനക്ക് വാങ്ങി തന്നിടത്തോളൊക്കെ എനിക്ക് മതിയായി. പിന്നെ ചിട്ടി അടിച്ച പൈസയിൽ കുറച്ച് ഞാൻ നിന്റെ ഏട്ടനും ഏട്ടത്തിക്കും കൊടുത്തു. എന്താന്നറിയോ? നിന്റെ ഏട്ടത്തിയുടെ സ്വർണം പണയം വെച്ചിട്ട് എന്റെ ഓപ്പറേഷൻ നടത്തിയത്. അപ്പൊ അത് തിരിച്ചെടുത്ത് കൊടുക്കണ്ടേ? പിന്നെ നിന്നെ ആ പരിസരത്തോട്ട് ഞാൻ കണ്ടിട്ടില്ലല്ലോ. അമ്മ എന്തിനാ ഫുള്ള് പൈസ ഏട്ടനും ഏട്ടത്തിക്കും കൂടെ കൊടുത്തതും? എനിക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങി തരായിരുന്നില്ലേ? ഇതാ നീതു, ചായ കുടിക്ക്. ചേച്ചി, ചേച്ചി പുതിയ വള വാങ്ങിയോ? അതേ നീതു, പുതിയ വള വാങ്ങി. പക്ഷെ ഞാൻ വാങ്ങിയതല്ല, എനിക്ക് അമ്മ വാങ്ങി തന്നതാ. അമ്മയോ? അമ്മ ചേച്ചിക്ക് പുതിയ വളയൊക്കെ വാങ്ങി തന്നോ? ഞാനാ അവൾക്ക് വള വാങ്ങി കൊടുത്തത്. പക്ഷെ നീ വിചാരിക്കുന്ന പോലെ സ്വർണ്ണവളയൊന്നും അല്ല, ഇമിറ്റേഷനാ. കണ്ടാ 3 പവന്റെ സ്വർണ്ണവളയൊക്കെ പോലെ തോന്നിക്കുന്നില്ലേ? നിനക്കൊന്നും ഞാനൊരു ഇമിറ്റേഷൻ നെക്ലേസ് വാങ്ങിയില്ലായിരുന്നു? ആ സെയിം കടയിൽ നിന്ന് വാങ്ങിയതാ. കൊള്ളാല്ലേ? നല്ല ഡിസൈൻ അല്ലേ? പരട്ട തള്ള, മരുമോൾക്ക് പുതിയ സ്വർണ്ണവളയൊക്കെ വാങ്ങിക്കൊടുത്തിരിക്കുന്നു. എനിക്ക് കിട്ടേണ്ടതായിരുന്നു. കിട്ടിയ ചിട്ടി പൈസ മൊത്തം തീർത്ത് കാണും. ഇനിയിപ്പോൾ ഞാനെന്തിനാ ഇവിടെ നിൽക്കുന്നേ? ഞാൻ ഇറങ്ങിയേക്കുവാ. എനിക്ക് പോയിട്ട് കുറച്ച് അത്യാവശ്യമുണ്ട്. അയ്യോ, നീ ഇത് ചായ പോലും കുടിച്ചില്ലല്ലോ. നീ വന്ന പാടെ അങ്ങ് ഇറങ്ങുവാണോ? ആ, എനിക്ക് കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നു ചേച്ചി. ഞാൻ ഇപ്പഴാ ഓർത്തത്. ചെല്ലട്ടെ? അവള് പോട്ടെ മോളെ. ഇവൾക്ക് അവിടെ ചായയൊക്കെ കിട്ടും. ഇല്ലെങ്കിൽ പോണ വഴിക്ക് കടയിൽ കയറി കുടിക്കട്ടെ. പിന്നെ ഇവളുടെ ഇപ്പോഴത്തെ കണ്ടീഷനെ കുറച്ച് തണുത്ത വെള്ളം കുടിക്കണതാ നല്ലത്. ആ ദാഹം അങ്ങ് മാറി കിട്ടും. വേഗം ചെല്ല്.